നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആകാശനെ മനസ്സിലാക്കിയല്ലോ. വാ വാ. മാഷേ, മേഡത്തിനോട് നന്ദി പറഞ്ഞോ? പറഞ്ഞു, സന്തോഷായി. ആകാശ് സാറേ, വീട്ടിൽ ചെന്ന് റിലാക്സ് ചെയ്തേ 2 ദിവസം കഴിഞ്ഞ് ഓഫീസിൽ വന്നാ. ആകാശിന് ഒരു കുറവും ഉണ്ടാവാതെ ഞങ്ങൾ ഇവിടെ നോക്കിക്കൊള്ളാം. അല്ലേ സൗമ്യ? പിന്നല്ലാതെ. ഓക്കെ. കുഞ്ഞേട്ടാ. ആകാശേ, നീ സന്തോഷത്തോടെ തിരിച്ചു വരുന്ന എനിക്ക് അറിയായിരുന്നടാ. വാ. ഗോവിന്ദ, അതിനെന്താ? രമേശ, എന്താ മാവ? ഇത് 10,000 രൂപയുണ്ട്. അപ്പൊ സന്തോഷം. ഞാൻ പോയി പഞ്ചായത്ത് ഒന്ന് കറങ്ങിട്ട് വരാം. രമേശ, എന്താ മാവ? നിനക്ക് പഞ്ചായത്ത് കറങ്ങാനല്ല കാശ് തന്നത്. പിന്നെ നീ ഇതുവരെ ഫ്ലക്സ് വച്ചിരുന്നത് ഒരു കാര്യമില്ലാത്ത കാര്യത്തിനായിരുന്നല്ലോ. എന്നാ ഇപ്പൊ നീ ഒരു 500 ഫ്ലക്സ് അടിക്കണം. അടിക്കാം. എന്റെ ഫോട്ടോ എങ്ങനെ അടിക്കണം? എന്റെ തല, എന്റെ ഫുൾ ഫിഗർ ഏത് വേണമെന്ന് അമ്മാവൻ പറഞ്ഞാ മതി. നിന്റെ തല ഫ്ലക്സ് അടിച്ചു വെക്കാനല്ല പറഞ്ഞത്. എന്താ അടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. പറയാമാവാ. കൈക്കൂലി വാങ്ങിച്ചു എന്ന് ആരോപിക്കുന്ന PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിട്ടിരിക്കുന്നു. അത് കൊള്ളാം. അതങ്ങ് പൊലിപ്പിച്ചെഴുതിക്കോ. ഈ പഞ്ചായത്ത് മാത്രമല്ല, നിയോജക മണ്ഡലവും കവർ ചെയ്തോ. ഓരോ ജംഗ്ഷനിലും വെച്ചോ. നാട്ടുകാർ മുഴുവൻ കാണട്ടെ. ഏറ്റമാവാ. എന്തോ നിയോജക മണ്ഡലല്ല, ഈ ജില്ല മുഴുവൻ ആകാശാളിയന്റെ ഫ്ലക്സ് ആയിരിക്കും. ആകാശാളിയനെ വെറുതെ പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ടിവിയിൽ ന്യൂസും കൊടുക്കാം. ദേ, ഇന്നത്തെ അന്ത്യ ചർച്ച അതായിക്കോട്ടെ. ആയിക്കോട്ടെ. അത് കണ്ട് ഇവിടെ ചിലർക്ക് ഇരിക്കപ്രതി ഇല്ലാതെ ആവണം. അപ്പൊ ഓക്കെ അലിയ. ഗോവിന്ദ, എന്താ പോലെ? എന്താന്നറിയില്ല, കാലങ്ങ് നിലത്തുറക്കുന്നില്ല. സന്തോഷം കൊണ്ട് പറന്നു പോകുന്ന പോലെ ഒരു തോന്നല്. ആ ചീഫ് എഞ്ചിനീയർ നേരിട്ട് വന്ന് ആകാശ് കൈക്കൂലി വാങ്ങിയില്ല എന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇതിലപ്പുറം വേറെ എന്തെങ്കിലും വേണോ ഗോവിന്ദ? സത്യമേവ ജയതേ നാനൃതം, സത്യേവ ബന്ധാ വിദതോ ദേവായന. കേട്ടിട്ടുണ്ടോ ഗോവിന്ദ? സത്യം മാത്രമേ വിജയിക്കുന്നുള്ളൂ, അസത്യം വിജയിക്കുന്നില്ല. സത്യത്തിലൂടെയാണ് ദേവായനം എന്ന പാത തെളിയുന്നത്. ഇയാളെന്ത് ക്ലാസ് എടുക്കുന്നത്? ഗോവിന്ദ മാമോ, പറക്കാതെ കാല് നിലത്തുറപ്പിച്ച് നിൽക്കാൻ പറ, അല്ലെങ്കിലേ വീഴ്ചയുടെ ആഘാതം കൂടും. വാമേ, ആർക്കാണ് വീഴ്ചയുണ്ടാവുന്നൊക്കെ കാണാം. ഇരിപ്പുറയ്ക്കാതെ പോയത് കണ്ടില്ലേ? ആകാശേ, മോൻ പോയി റെസ്റ്റ് എടുക്ക്. ചാരുമോളെ, ആകാശിന് റൂമിലേക്ക് കൊണ്ടുപോയിക്കോ. ശരി ബാലമാമ. വാ കൊച്ചേട്ടാ.